89.6 FM Sargakshetra SK Hotspot. വെൽക്കം ടു ഓണം സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ഉണ്ട്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആരാണ് എന്നറിയട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഒരാൾക്ക് ഒരൊറ്റ പാട്ട് മതി. മിക്കവരും വിചാരിക്കും സിനിമാ പാട്ടായിരിക്കും, ബട്ട് അങ്ങനെയല്ല. സിനിമയിലെ ഒരു സിനിമാ പാട്ട്, സോ സാൽ പെഹലെ മുझे തുംസെ പ്യാർ ഖ, ആ ഒരു പാട്ട് കേട്ടാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് മുഖങ്ങൾ. ഒന്ന് മമ്മൂക്ക, മറ്റൊന്ന് വിമല എന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ടെസ ജോസഫ്. ടെസ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ജോ. ആദ്യമായിട്ടാണ് ഒരാള് സോസാല് പെഹലയിൽ എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ. സത്യമായിട്ടും ഞാനൊരു ആരൊരാൾ പുലർമഴയിലായിരിക്കും പറയാൻ വരുന്നത്. എനിക്കും തോന്നി അതായിരിക്കും വരുന്നേ. കാരണം ഞാൻ ആക്ച്വലി ആ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സിനിമ കാണുന്ന സമയത്ത്. പക്ഷേ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് ആ പാട്ട്. സോസാൽ പെഹൽ, ആ പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ. 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा, सदियों से तुझसे मिलने जिया बेकरार था, जिया बेकरार था, और कल भी रहेगा. സൂപ്പർ സൂപ്പർ. ഞാൻ അതെ, പാട്ടിന്റെ ഒരു ഫ്ലെയർ ഉണ്ട്. അച്ഛൻ പാട്ടുകാരനാണ്, ഫാമിലിയിൽ ഒരു മ്യൂസിക് അല്ലേ, ഒരു മയവുണ്ട്. അതുകൊണ്ട് തന്നെ പാട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പാടിപ്പിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോ. ഇനി പഠിപ്പിക്കരുത്, അതൊക്കെ അപകടമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലാണ്, വെറുതെ അത് കളയരുത്. നാശത്തിലേക്കാണ് നീ പോകുന്നതൊക്കെ അല്ലേ. അങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് പാടിട്ടോ. താങ്ക് യു ജോ. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് ഇപ്പൊ ഓണമാണ്, ഓണം വിശേഷങ്ങളാണ്. സോ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി, എവിടം വരെയായി? ആക്ച്വലി ഞാൻ ഇപ്പം എന്റെ ഒരു മൂവി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പരിപാടികളെല്ലാം തീർത്തിട്ട് ഇപ്പൊ അബുദാബിയിലേക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എത്തിയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് എപ്പോഴും ഓണം എന്ന് പറയുമ്പോ ഇവിടെ തന്നെയാണ്, അബുദാബിയിലാണ്, ഫാമിലി ആയിട്ടാണ് ഓണം. പിന്നെ ഇവിടുത്തെ ഓണമൊക്കെ അറിയാമല്ലോ, ക്രിസ്മസ് വരെ ഞങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും പ്രവാസികളുടെ ഓണം. അതാണ് നമ്മുടെ സ്റ്റൈല്. മൊത്തത്തിലല്ലേ, ഞങ്ങൾ അങ്ങനെയൊന്നും 10 ദിവസം കൊണ്ടൊന്നും നിർത്തുന്ന ആൾക്കാരല്ല. ഞങ്ങള് ഒരു ചിലപ്പോ 10 മാസമൊക്കെ ചിങ്ങമാസം തുടങ്ങിയാ പിന്നെ അങ്ങോട്ട് തുടങ്ങും ഓണാഘോഷങ്ങള് അല്ലേ. അതെ അതെ, അടിപൊളി. എനിക്ക് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, എന്റെയും ഹസ്ബൻഡിന്റെയും കൂടെ ഫ്രണ്ട്സ്. അപ്പൊ അവരെല്ലാം ബോംബെ, ഡൽഹി, ഇപ്പൊ മലയാളികളല്ല. അപ്പൊ അവരെല്ലാം വിളിച്ച് ഒരു സദ്യ ഒരുക്കി കൊടുക്കുകയാണ് എല്ലാ കൊല്ലവും. അതൊരു റുട്ടീനാണ്. അപ്പൊ ഞാൻ വിളിച്ചില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കും, ഓണമായില്ലേ നമുക്ക് കൂടണ്ടേ. കാരണം അത് ഇത്രയും വർഷമായിട്ട് ഞാനത് ചെയ്യുന്ന കാരണം അവർക്ക് ഈ ഇലയിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ യൂഷ്വലി അവര് വരും, ഞങ്ങൾ കൂടും, ബഹളമൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പിരിയും. അതാണ് ഞങ്ങളുടെ ഓണം. ഓക്കെ. ഒരു മൊത്തത്തിലൊരു എന്താ പറയാ, നമ്മൾ ഓണം പറയില്ലേ, നമ്മള് മലയാളികളെ എവിടെയുണ്ടോ അവിടെ ഓണം ഉണ്ടെന്ന് പറഞ്ഞ പോലെ മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും ഓണം മറ്റുള്ളവരെ കൊണ്ട് നമ്മളത് അത് കൊടുക്കും അല്ലെ, ആ ഒരു സന്തോഷം നമ്മൾ പകരും. അതിന്റെ ഒരു എക്സാമ്പിൾ. പിന്നെ മലയാളികളൊക്കെ എപ്പോഴും ഓണം അവർക്ക് ശരിക്കും ഈ ആഘോഷങ്ങൾ കണ്ട് ചിലർക്കൊക്കെ ചിലപ്പോ അതിന്റെ വാല്യൂ ഒന്നും, ഇവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ മാത്രമല്ല നമ്മളൊക്കെ ഇപ്പൊ എരിശ്ശേരിയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ തനി മലയാളികൾക്ക് അത് മനസ്സിലാവും, ഇവർക്കത് മനസ്സിലാകത്തില്ല. അപ്പൊ ഇതിന്റെ പിന്നിലെ രഹസ്യം ഇതും കൂടെയാണോ? അതെ. പിന്നെ എനിക്കിവിടെ എന്റെ ഗേൾസ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങള് കുറച്ച് പോട്ട്ലൊക്കെ ചെയ്ത് എല്ലാരും അവരവരുടെ, അത് പലരും പല സ്ഥലത്തു നിന്നുള്ളവരാ. ചിലര് തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്. അപ്പൊ ഓരോ കറിക്കും അവരുടെ സ്ഥലത്തെ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള, അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ ഒന്ന് കൂടും ഞങ്ങളിവിടെ. ഞങ്ങൾ സ്ഥിരം കൂടാറുള്ളതാണ്. പക്ഷെ നമുക്കൊരു റീസൺ, ഓണം ഒരു റീസൺ ആണല്ലോ. പിന്നെ ഒന്ന് ഒരുങ്ങി ഇറങ്ങിയൊക്കെ വരാനായിട്ടുള്ള ഒരു ദിവസം, വെറുതെ ചുമ്മാ കുറെ മേക്കപ്പ് ഒക്കെ ഇട്ട് സാരി ഒക്കെ ഉടുത്ത് നമുക്ക് തന്നെ ഒരു സന്തോഷം. റീസെന്റ് വന്ന ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ പേജസ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഈ നമ്മുടെ ഫിലിം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ബാക്ക് നമ്മൾ താഴോട്ട് പോയപ്പോഴും ഒരു മറ്റേ നമ്മൾ ഈ മോഡൽസ് ഒക്കെ ഒന്ന് ഇരിക്കില്ലേ, അതുപോലെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. എന്റെ പേജ് തന്നെയാണോ നോക്കിയത്? അതെ അതെ അതെ, എനിക്ക് മാറിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. യെസ് മാം, യു ഓൾവേസ് ലുക്ക് സോ ബ്യൂട്ടി. അപ്പൊ എന്തായാലും ഇങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ജീവിതത്തിലെ കുറെ മൊമെന്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ചോദിക്കാനായിട്ട് തയ്യാറാണ്.
ഉത്തരങ്ങൾ പറയാനായിട്ട് please. ഓക്കെ. അപ്പൊ എന്തായാലും എന്താ ഉത്തരങ്ങൾ പറയാനായിട്ട് ആക്ട്രസ് ടെസ ജോസഫും റെഡിയാണ്. കേൾക്കാൻ വിശേഷങ്ങൾ, പാട്ടുകൾക്ക് ശേഷം ഓണവിശേഷം കേട്ടു. ഇനി മറ്റ് സിനിമാ വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ചോദിച്ചറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ എന്തുള്ളത് പട്ടാളം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ നായികയായിട്ട് ഡെബ്യൂ വന്നിട്ടുള്ള ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി എന്തൊരു ഭാഗ്യമല്ലേ മമ്മൂക്കയുടെ നായികയായിട്ട് ആദ്യമേ തന്നെ സിനിമയിൽ അഭിനയിക്കുക. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷെ ഇനിയിപ്പം നമുക്ക് പറയാനായിട്ടുള്ളത് ലേറ്റസ്റ്റ് റിലീസ്ഡ് മൂവി സാഹസത്തെ കുറിച്ചാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു സാഹസം സിനിമ? സാഹസം സിനിമയുടെ കുറെ ഞാനിപ്പം ചേച്ചിയുടെ ഒരു പോസ്റ്റ് കാണുവാണെങ്കിൽ ഗാങ്സ് ഓഫ് സാഹസം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നമ്മുടെ ക്യാപ്ഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പറഞ്ഞാട്ടെ സാഹസം സിനിമ, പിന്നെ സിനിമയിലുള്ളവരെ കുറിച്ചൊക്കെ കേൾക്കാൻ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. തീർച്ചയായിട്ടും അത് ആക്ച്വലി ഞങ്ങളൊരു ഗ്യാങ് തന്നെയായിരുന്നു അവിടെ. അത് എന്താ പറയുന്നത്, കുറെ യങ്സ്റ്റേഴ്സ് ആണ് ആക്ച്വലി ഇതിനകത്ത് കൂടുതലും ഉള്ളത്. യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാരും പെട്ടെന്ന് അങ്ങ് ജെല്ലായി. അങ്ങനെ ഓരോ ദിവസം എനിക്ക് അധികം ദിവസം ഒന്നും ഇല്ലായിരുന്നു ഷൂട്ട്. ഒരു 5 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ക്യാരക്ടറിനുള്ളത്. പക്ഷെ എങ്കിൽ ഈ 5 ദിവസം ഉണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ പ്രൊമോഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ എങ്കിലും ഈ എല്ലാം ഈ റംസാൻ, ഗൗരി ഇവരൊക്കെ ഈ യങ്സ്റ്റർ ക്രൗഡ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനം പറയും. ഈ യങ് പിള്ളേരുടെ വർത്താനമൊക്കെ കേൾക്കാനും ഭയങ്കര രസമാണ്. അതിന്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പില് നരേനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഭഗത്ത്, അതൊക്കെ ഒരു രസമായിരുന്നു. 2 ജനറേഷൻ ആ മൂവിയില് ആ ഒരു ജെല്ലിങ് അല്ല, അത് കാണാനും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സാഹസം സിനിമയുമായിട്ട് ചോദിക്കുവാണെങ്കിൽ ലൈഫിൽ എടുത്തിട്ടുള്ള ഒരു സാഹസം എന്താണെന്ന് ഞാൻ ചോദിക്കുവാണെങ്കിൽ അതിന്റെ ഒരു ഉത്തരം എന്തായിരിക്കും? ലൈഫിൽ അങ്ങനെ ഒരുപാട് സാഹസങ്ങള്, ഒരുപക്ഷെ ഞാൻ വളരെ നേരത്തെ കല്യാണം കഴിച്ച ഒരാളാണ്. ചിലപ്പോ അതായിരിക്കും ഞാൻ അറിയാതെ ഞാൻ എടുത്തൊരു സാഹസം. സാഹസമായിരുന്നു. അതെ, നമ്മൾ അറിയാതെ എടുത്ത നല്ലൊരു സാഹസമായിരുന്നു എന്ന് തന്നെ പറയാം. നല്ലൊരു സാഹസം, അത് കിടക്കി. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ വിശേഷം വീട്ടുവിശേഷങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടറിയാം. അപ്പൊ എന്തായാലും ഏത് മൂഡ്? സാഹസം മൂഡ്. അതാണ് സാഹസം മൂഡില് ഒരു അടിപൊളി പാട്ട് നമ്മളിനി കേൾക്കാനായിട്ട് പോവാം. അപ്പൊ എന്തായാലും ഏത് മൂഡ്, ഓണം മൂഡ് പാട്ട് തന്നെ നമുക്ക് കേൾക്കാം, എൻജോയ് ചെയ്യാം. അപ്പൊ എന്തായാലും അതിനുശേഷം മറ്റ് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ സ്വന്തം ടെസ് ചേച്ചി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കോട്ടയംകാരി, മണിമലക്കാരി. അപ്പൊ കോട്ടയം വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കണം. ഇപ്പൊ പക്ഷെ കോട്ടയത്തല്ല, അബുദാബിയിലാണ് അല്ലേ? അതെ അതെ, അബുദാബിയിലാണ്. അബുദാബി വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ടെസ് ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. കേൾക്കാം വിശേഷങ്ങൾ SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. അനിഴം ദിനം സ്പെഷ്യൽ ആയിട്ടുള്ള SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ടെസ ജോസഫ്, ദി ആക്ട്രസ്, ദി ആങ്കർ എന്നൊക്കെ ഒരുപാട് തസ്തികകൾ ഈ ഒരു പേരിനൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരുവേ. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ മുമ്പേ പറഞ്ഞു തുടങ്ങിയതും ആദ്യമായിട്ട് അഭിനയിക്കുമ്പം അത് മമ്മൂക്കയുടെ നായികയായിട്ട് വന്ന നടി എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട് ഈ ടെസ ചേച്ചിക്ക്. അപ്പം തന്നെ ടെസ ചേച്ചി അത് ആ ഒരു അനുഭവം അതങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്ക് അതാണ് കേൾക്കേണ്ടത്. ഞാൻ അതിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. സോ ആദ്യമായിട്ട് ഇങ്ങനെ നമ്മൾ ലാൽ സാറിനെ കാണുന്നു. അപ്പം ഓക്കെ മമ്മൂക്കയുടെ നായികയാണെന്ന് പറയുന്നു. അപ്പം ഉണ്ടായ ഒരു ത്രില്ല്, അത് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ത്രില്ല് അതെങ്ങനെയായിരുന്നു? കുറച്ചൊന്ന് പിന്നിലോട്ട് പോകാം നമുക്ക്. അങ്ങനെയല്ല, ആക്ച്വലി ഇത് ലാലുവേട്ടനല്ല. ആദ്യം ഞാൻ ആങ്കർ ചെയ്തോണ്ടിരുന്ന സമയത്ത് മമ്മൂക്ക ആ ചാനലിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പൊ ഒരു ദിവസം എന്നോട് എന്റെ ഷോ ഡയറക്ടർ എന്ന് പറഞ്ഞു, ജാങ്കോ നിന്റെ സിനിമയിലെടുക്കും ഡയലോഗ് എനിക്കിപ്പോ എന്നോട് പറഞ്ഞു, നിനക്ക് ഫിലിമിൽ നിന്ന് ഒരു ഓഫർ വന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കോ ഇല്ല വന്നില്ല. അപ്പൊ പറഞ്ഞു വന്നു നല്ലൊരു മൂവിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനോർത്ത് ചുമ്മാ വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി പറയായിരിക്കും. എനിക്കൊന്ന് അവര് ചിലപ്പോ ചാനലിലായിരിക്കും ആദ്യം കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഞാനതൊരു തമാശയായിട്ട് എടുത്തു. പിന്നെ വീട്ടിലേക്ക് ആദ്യം എന്റെ അപ്പനാണ് കോള് വന്നത്. ലാലുവേട്ടൻ എനിക്കൊന്നും അപ്പനെയാണെന്ന് തോന്നുന്നു വിളിച്ചത് ആദ്യം. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ആക്ച്വലി. അപ്പോഴാണ് ഈ മമ്മൂക്കയുടെ ഹീറോയിനായിട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ അപ്പൊ എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ ആ സമയത്ത് എനിക്കൊന്ന് ഫുൾ ടൈം നമ്മൾ ഈ ക്യാമറ, ആളുകള്, ബഹളം, പിന്നെ മമ്മൂക്കേനെ 2-3 പ്രാവശ്യം ആ സമയത്തോടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വലിയൊരു ടെൻഷനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഒരു എക്സൈറ്റ്മെന്റ്, ഒരു സന്തോഷമൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു
അങ്ങനെ ടെൻഷൻ അടിക്കുവോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം മമ്മൂക്കേനെ നേരത്തെ കണ്ടതുകൊണ്ടാവാം കേട്ടോ. Okay. നേരത്തെ കാണുമ്പം അദ്ദേഹം വന്ന് നമ്മളോട് സംസാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു താരജാട ഇല്ലാതെ നമ്മളവർക്ക് അയ്യോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യക്തി അല്ലല്ലോ നമ്മളടുത്ത് സംസാരിക്കുന്നത്. ഭയങ്കര കൂൾ ആൻഡ് വെരി ഡൗൺ ടു എർത്ത് അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് പുള്ളിയെ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ തോന്നത്തേ ഇല്ല ഒരിക്കലും. അടിപൊളി. അപ്പൊ എന്തായാലും മമ്മൂക്കയുടെ ബർത്ത്ഡേ ഈ സെപ്റ്റംബർ 7-ാം തീയതി വരുന്നു. സെപ്റ്റംബർ 7-ാം തീയതി. അതെ, ആക്ച്വലി എന്റെ ഫാദറിന്റെയും മമ്മൂക്കയുടെയും ഒരേ ദിവസമാണ് സെപ്റ്റംബർ 7-ാം തീയതി. അതുകൊണ്ട് ഞാൻ എന്റെ ലൈഫിൽ ആ ബർത്ത്ഡേ മറക്കൂല. എല്ലാ കൊല്ലവും കഴിഞ്ഞ് ഇത്രയും കൊല്ലമായിട്ട് ഞാൻ മറക്കാണ്ട് അതുകൊണ്ട് വിഷ് ചെയ്യുകയും ചെയ്യും. 7-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തവണ വിഷസ് പറയുമ്പോ ആർജെ ജോ അന്വേഷിച്ചു ചുമ്മാ നൈസായിട്ട് തീർച്ചയായിട്ടും പറയാം. സ്വാർത്ഥ ലാഭത്തിൽ നിന്ന് വന്നതാ. ഓ പറയാം പിന്നെന്താ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം മറ്റു വിശേഷങ്ങൾ കേൾക്കാം. ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട് വിത്ത് മീ RJ ജോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി, ഇനിയിപ്പോൾ പട്ടാളത്തിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ TV-യിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നല്ലോ, റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴൊക്കെ എനിക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സീനാണ് ഈ സോസാല പെഹല സീൻ. പിന്നെ നമ്മുടെ ജഗതി ചേട്ടൻ വന്നിട്ട് ഈ ബൾബ് എറിഞ്ഞു പൊട്ടിക്കത്തില്ലേ, ആ സീൻ. അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്. അപ്പം ചേച്ചിക്ക് ഈ സിനിമ പിന്നീട് ഇപ്പം ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കണ്ടപ്പോഴാണെങ്കിലും മക്കളത് കണ്ടപ്പോഴാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയി മാറിയ പട്ടാളത്തിലെ സീൻ ഏതായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് സീൻസ് എന്നൊന്നും പറഞ്ഞ് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അത് ഇഷ്ടമാണെന്നോ അങ്ങനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം ആ ഹോൾ മൂവി എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനകത്ത് ഞാൻ ചെയ്ത ഭാഗങ്ങൾ മാത്രമല്ല, എല്ലാം ആ ഫ്രെയിംസ്, അതിന്റെ ഡയലോഗ്സ്, അതിന്റെ എല്ലാ സീൻസും. കാരണം അതിനകത്ത് എല്ലാം കോമഡിയും ഉണ്ട്, എന്നാൽ കുറെ ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ആക്ഷനും ഉണ്ട്. അപ്പൊ അത് കാരണം ആ ഒരു മസാല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പട്ടാളം വന്നാലും അങ്ങനെ അധികം നേരം ഒന്നും ഇരുന്ന് കാണത്തില്ല. പക്ഷെ എന്നാലും ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിൽ അയ്യോ മൂവി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണും. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോ ഏതെങ്കിലും ചാനലിൽ വരുമ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്പം മെസ്സേജ് വരും, വി ആർ വാച്ചിങ് പട്ടാളം എന്ന് പറഞ്ഞിട്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള എന്റെ ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ, അപ്പൊ അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം. ഓക്കെ, യെസ്, ഇയേഴ്സ് ബാക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ക്രിയേറ്റീവ്, അതിനെ ഇത്ര നാളായിട്ടല്ലേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പട്ടാളം എന്നുള്ള സിനിമ നമ്മുടെ റേഡിയോയിലാണെങ്കിലും അതിലെ എല്ലാ പാട്ടുകളും നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. ഞാൻ മിക്കപ്പോഴും പ്ലേ ചെയ്യുന്ന ഒരു പാട്ടാണ് ആരൊരാൾ പുലർമഴ. അത് എന്റെ ഫേവറേറ്റ് ആണ്. ആക്ച്വലി എന്നോട് പേഴ്സണൽ ഫേവറേറ്റ് ഇതിനകത്ത് ഏത് സീനാന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ പോസ്റ്റ് ഓഫീസിലേക്ക് കേറി പോകുമ്പോ മമ്മൂക്ക ഇറങ്ങി വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതെ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കള്ളം പറയില്ല, മേജർമാര് നുണ പറയാറില്ല കേട്ടോ എന്നൊക്കെ പറയുന്ന ആ ഒരു സീക്വൻസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്റെ ആക്ച്വലി ഫേവറേറ്റ്. പക്ഷെ ഏറ്റവും നെർവസ് ആയിട്ട് ഞാൻ ചെയ്തത് അതിനകത്ത് എനിക്ക് ആദ്യമേ ഞാൻ ചെയ്തത് പാട്ടാണ്. ആരൊരാൾ പുലർമഴയിലാണ് ആദ്യം ചെയ്യുന്നത്. കാരണം നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ നമ്മളൊരു മൂവി ഇതുമായിട്ടൊക്കെ. അപ്പം ലാലുവേട്ടൻ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സോങ് ആണ് തന്നെ. അപ്പൊ അതിനകത്തൊരു ഈ പാട്ട് തുടങ്ങുമ്പോ തന്നെ ഞാൻ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു കിണറ്റിന്റെ കരയിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നത്. അങ്ങനെ അതാണ് അത് ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനകത്ത് എന്റെ ലുക്കേ എനിക്ക് ഇഷ്ടമാണ്. ഒരു തനി നാടൻ ഒരു പൊട്ട്, അതെ, നടുവ് വരെ ഇട്ടിട്ട് മുടിയൊക്കെ ചീവി ഭയങ്കര ഒരു നാടൻ, ആ ഒരു ഭയങ്കര കംഫർട്ടബിൾ ഒരു അറ്റയറും ആയിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് സൂട്ട് ചെയ്തെന്ന് തോന്നിയ ഒരു അറ്റയറും ആയിരുന്നു അത്. അതിനകത്തും ഇപ്പം ചിലർക്ക് അങ്ങനെയല്ലേ, എന്ത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. അങ്ങനെയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ചേച്ചിയുടെ പോസ്റ്റുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഏതൊരു വസ്ത്രവും ഇണങ്ങി പോകുന്നുണ്ട്. അപ്പം എന്തായാലും അങ്ങനെയുള്ള ഒരു ലക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ ലക്കായിട്ട് കിട്ടിയിട്ടുള്ളതാണ് പട്ടാളത്തിലെ പാട്ടുകൾ. അപ്പൊ അതിൽ ഇപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ്, എന്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ട് നമുക്ക് കേൾക്കാം റേഡിയോയിൽ. അതിനുശേഷം നമുക്ക് മറ്റ് വിശേഷങ്ങളും കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot.
സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെ ജോ ആണ് നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി, നമ്മൾ പട്ടാളത്തിലേക്ക് എന്ന സിനിമയിലേക്ക് വന്ന വഴി നമ്മൾ കേട്ടു. ഇനി നമുക്ക് അറിയേണ്ടത്, ടെസ ചേച്ചി സിനിമയിൽ വരുന്നതിന് മുൻപ് ആങ്കർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിൽ. സോ ആങ്കറിങ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. ഞാൻ ഓൾറെഡി ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം മുന്നേ എനിക്ക് ഇൻസ്റ്റഗ്രാം ഫീൽഡിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ഇപ്പോൾ ടെസ്റ്റ് ചേച്ചി ഇങ്ങനെ പറയുകയാണ്, എനിക്കിങ്ങനെ ഓഫർ വന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അപ്പം അങ്ങനെയാണ് ഞാനും രമ്യയൊക്കെ കയറുന്നത് എന്നുള്ള സ്ഥലത്ത് കണ്ടായിരുന്നോ? ആക്ച്വലി ഞാൻ രമ്യ കയറുന്നത് അങ്ങനെയല്ല. ആക്ച്വലി ഞാനും മറിയായിരുന്നു ഈ ഹലോ ഗുഡ് ഈവനിങ് പറഞ്ഞ പരിപാടി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് മൂവിയിലേക്ക് ഓഫർ വന്നപ്പോ അവിടെ ഒരാളും കൂടെ വേണ്ടി വന്നു, ഒരു ആങ്കറും കൂടെ വേണമല്ലോ, കാരണം നമ്മുടെ ഒരു ഗ്യാപ്പ് ഫില്ലർ വേണമല്ലോ. അപ്പൊ അവര് ആ സമയത്ത് നോക്കിയപ്പോ എടുത്ത ആളാണ് രമ്യ. അപ്പൊ എനിക്ക് പകരമായിട്ട് വന്നതാണ് രമ്യ. അപ്പൊ രമ്യയും മറിയയും കൂടിയാണ് പിന്നീട് ആ ഷോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ മൂവി ചെയ്യാൻ പോയപ്പോ. അപ്പൊ ഈ ആങ്കറിംഗ് ഫീൽഡിലേക്ക് എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ? ഓക്കെ, ഞാനിങ്ങനെ പൊതുവെ വർത്താനം പറയുന്ന കൂട്ടത്തിലായത് കാരണം എനിക്കിങ്ങനെ ഞാൻ എന്റെ ഹൈസ്കൂളിംഗ് ഒക്കെ ചെയ്തത് ഡൽഹിയിലാണ്. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്താണ് ഇവിടെ കുറച്ച് ചാനൽസ് ഒക്കെ ഇങ്ങനെ മലയാളത്തിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോ കുറെ ആങ്കേഴ്സിനെ കണ്ടു. കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ഞാൻ നല്ല പരിപാടിയാണല്ലോ, നല്ല രസമുണ്ടല്ലോ ഇരുന്ന് ചെയ്യുന്ന കാണാൻ. അപ്പൊ എനിക്കും തോന്നി ഞാനും ഈ കണ്ണാടിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കും അത് മിക്ക ആൾക്കാർക്കും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രസംഗമോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ പോയി നിന്നിട്ട് കുമ്മ കരയുക, ചുമ്മാ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്ത് നോക്കുമായിരുന്നു. അത് ചെറുപ്പത്തിലേ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കും ഇത് നല്ല പരിപാടിയാണല്ലോ, കുറെ വർത്താനം പറഞ്ഞാൽ മതിയല്ലോ, അതേതായാലും ഉണ്ട് കയ്യിൽ. അപ്പം ഞാൻ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അപ്പനെ ഞങ്ങൾ കോട്ടയംകാരൻ അച്ചാച്ചൻ നാട്ടോ വിളിക്കുന്നത്. അപ്പൊ അച്ഛന്റെ ബ്രദറുണ്ട്. അപ്പം പേരപ്പന്റെ അടുത്ത് ചെന്നപ്പോ പേരപ്പനോട് ഞാൻ പറഞ്ഞു, പേരപ്പ എനിക്ക് ഇങ്ങനെ ആങ്കർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പേരപ്പനോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇത് എനിക്ക് ഇഷ്ടമാണ്. പറഞ്ഞു നിനക്ക് ചേരും, ആക്ച്വലി ഇങ്ങനത്തെ നീ ഒത്തിരി വർത്താനം പറയുന്നുണ്ട്, നല്ലതാണ്, യു ആർ പീപ്പിൾസ് പേഴ്സൺ ഓൾസോ, യു ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ചെയ്യണം പറഞ്ഞിങ്ങനെ പോയി. ഒരു ദിവസം പേരപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേരപ്പിന് സിറ്റി കേബിളിന്റെ കണക്ഷൻ ഉണ്ട്. അപ്പൊ പറഞ്ഞു സിറ്റി കേബിൾ ഇങ്ങനെ ആങ്കേഴ്സ് വാണ്ടഡ് ഒരു സ്ക്രോൾ വന്നു. അപ്പം വലിയ ചാനലൊന്നും അല്ല, പക്ഷെ നീ ഒന്ന് ട്രൈ ചെയ്യ്, തുടക്കം അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പേരപ്പൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ അതിലൊരു ഇതിന് പോയി, എന്താ പറയുക, ഒരു സ്ക്രീൻ ടെസ്റ്റിന് പോയി. സ്ക്രീൻ ടെസ്റ്റിന് കുറെ ആൾക്കാരും അവിടെ ചെന്നപ്പോ കുറെ പേരുണ്ട് ഇതിന്. അപ്പൊ ഞാൻ ഓർത്തു ചുമ്മാ പോയിട്ട് വരാം, കാരണം വെച്ചാൽ അപ്പൊ അത് കണ്ടപ്പോ ഒരു നടുക്ക് വരുന്നു. കുറെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അയ്യോ ഇതെന്ത് ഭയങ്കര. പക്ഷെ അത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോ അവര് വിളിച്ചു പറഞ്ഞു നമുക്ക് ആ പ്രോഗ്രാം ചെയ്യാം, യു ആർ സെലക്ടഡ്. അത് ലൈവ് ആയിരുന്നു. അപ്പൊ സിറ്റി കേബിളിൽ അന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല, കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ ആ പരിപാടി കുറച്ച് അത്യാവശ്യം നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കൈരളിന്ന് ഇവര് എന്നെ കാണുന്നത്. അവരപ്പോ കൈരളിയിൽ അവര് ലൈവ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു, ഫസ്റ്റ് ലൈവ് പ്രോഗ്രാം. അത് പക്ഷെ ഹലോ ഗുഡ് ഈവനിങ് അല്ലായിരുന്നു, സിംഗ് ആൻഡ് വിൻ എന്നും പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ആയിരുന്നു. ഞാനും നിഖിലും കൂടെയാണ് അത് തുടങ്ങിയത്. പിന്നീട് അത് ഞാൻ ഒരു ഫ്യൂ എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിമ്മി വന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ പരിപാടിയിലാണ് ആക്ച്വലി ആദ്യം ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഹലോ ഗുഡ് ഈവനിങ് പ്ലാൻ ചെയ്തപ്പോ കുറച്ചുകൂടെ പാട്ടറിയാവുന്ന ആള് വേണം ഈ സിംഗ് ആൻഡ് വിന്നിൽ വരാൻ. കാരണം ഞാൻ പിന്നെ ക്ലാസിക്കലി ട്രെയിൻഡ് ഒന്നും ആളല്ല. അപ്പൊ ഈ ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞൊരു സാധനം വന്നപ്പോഴത്തേക്ക് അവര് ഞാൻ അങ്ങോട്ട് ആക്ച്വലി ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു ആ ഒരു പ്രോഗ്രാമിലേക്ക്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ടെസ ജോസഫ് എന്നൊരു ആങ്കറിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കുവാണെങ്കിൽ അല്ലേ? അതെ. പിന്നെ പതുക്കെ ഓരോരോ ഏഷ്യാനെറ്റ് അന്നുള്ള ചാനൽസിലൊക്കെ എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്രയും ഇതിന് മാത്രം ചാനൽസ് ഒന്നും ഇല്ലല്ലോ, വളരെ കുറവ് ചാനൽസേ ഉള്ളൂ. മലയാളത്തിൽ ആദ്യത്തെ ലൈവ് പ്രോഗ്രാം ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നേ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ടോക്ക് ഷോസിൽ ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് കത്തി നിൽക്കുന്ന ചാനൽസിലാണെങ്കിലും ചേച്ചി ഇപ്പം ഷോസ് ചെയ്തിട്ടുണ്ട്, ആങ്കറിങ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ആ ഒരു ആങ്കറിങ് ബേസ് ഇട്ട് വന്ന ഒരാളാണ്. അപ്പം ടിപ്സ് ഒക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാനായിട്ടുള്ളത്? ഞങ്ങള് ആങ്കർക്ക് വേണ്ടിയിട്ട് ഇന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ജോയ്ക്കുള്ള ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് തന്നെ മതി. നമുക്കൊരു നമ്മള് ആൾക്കാരോട് അവര് പറയുന്നത് കേൾക്കുക, അതല്ല എപ്പോഴും നമ്മളെ ഇൻ ബിറ്റ്വീൻ ഒരു നല്ല ആങ്കർ എന്ന് പറയുന്നത് അവര് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ആ കേട്ടതിനെ ബേസ് ചെയ്ത് അവരോട് ചോദ്യം ചോദിക്കുന്നതാണ്
ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോ അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുക, നമ്മൾ നമ്മളായിട്ട് നിൽക്കുക, വേറൊരു ആളുടെ ഒരു രീതി ഒന്നും നമ്മൾ എടുക്കാതിരിക്കുക. അതായത് എല്ലാവർക്കും ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, എല്ലാവർക്കും. അത് ആങ്കർ ആണേലും അല്ലേലും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അതേസമയം വേറൊരാളെ അനുകരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറവാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അത് മതി. ഇപ്പൊ ജോ എന്താണോ ആയിട്ടിരിക്കുന്നത് അത് മതി. ഓക്കെ. അങ്ങനെ ടെസ ജോസഫ് എന്താണോ അതാണ് നമ്മളത് ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് SK ഹോട്ട്സ്പോട്ടിലൂടെ. അപ്പൊ ദാ കേട്ടറിയാം കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി, ഇനി ഞാനൊരു സെഗ്മെന്റിലേക്ക് ചേച്ചിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അയ്യോ എന്റെ അമ്മോ, എനിക്ക് പേടിയുള്ളൊരു കാര്യം. ഇല്ല, പേടിക്കണ്ട. ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ. ടൈറ്റിൽ തന്നെ ഓണസദ്യ വിത്ത് ടെസ എന്നുള്ളതാണ്. ഞാനൊരു ഓണസദ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം ചോദിക്കും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചോദിക്കാവേ. സദ്യയിൽ അല്ലെങ്കിൽ സദ്യ കഴിക്കുന്ന സമയത്ത് ചേച്ചി വീണ്ടും വീണ്ടും ഓക്കെ അത് ഇച്ചിരിയും കൂടെ ഒന്ന് തരുമോ, ഇച്ചിരിയും കൂടെ എന്ന് പറയുന്ന കുറച്ചുകൂടെ എന്ന് പറയുന്ന ഒരു ഐറ്റം ഏതായിരിക്കും? ഇഞ്ചിപ്പുള്ളി. ഓക്കെ, എനിക്ക് ഭയങ്കര ഫേവറേറ്റാ. ഓക്കെ, അപ്പം ചേച്ചി അതിന്റെ മാസ്റ്റർ ആണോ? ഇഞ്ചിപ്പുള്ളി എനിക്ക് ഇഷ്ടം. അത് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഓക്കെ. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ആക്ച്വലി എനിക്ക് ഇഷ്ടം. എനിക്ക് മധുരം ഈ സാധാരണ എനിക്ക് സദ്യകളിൽ അത്രയും ഈ മധുരമുള്ള കറികളൊന്നും ഇഷ്ടമില്ല. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ, അടിപൊളി അടിപൊളി. മധുരമുള്ളതായിട്ട് ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. ഓക്കെ. അങ്ങനെ ഓണസദ്യയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇഞ്ചിപ്പുളി വാങ്ങുന്ന ടെസ ചേച്ചിയോടുള്ള ഇതുമായിട്ട് പാരലൽ ആയിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. ഇതുപോലെ വീണ്ടും വീണ്ടും കണ്ട സിനിമ ഏതാണ്? ബാംഗ്ലൂർ ഡേയ്സ്. ഓക്കെ, അടിപൊളി. ബാംഗ്ലൂർ ഡേയ്സ് ഇരുന്ന് കാണുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ്. ഞാനൊരു 6-7 പ്രാവശ്യമെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടമാണ് കാണാൻ. മറ്റേ അക്കരെ 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 പട്ടപ്രവേശമൊക്കെ വേറൊരു ലീഗാണ് ഓൾറെഡി. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പൊ റീസെന്റ് ഞാൻ കാണുന്നത് അതൊക്കെ എപ്പോ വന്നാലും നമ്മളിരുന്ന് കാണും. പക്ഷെ എങ്കിലും ഇരുന്ന് കാണാനായിട്ട് ഒരു ചില സമയത്ത് ഒരു മൂഡ് തോന്നി പോയി വെച്ചിരുന്ന് കാണുന്ന സിനിമ ഇസ് ബാംഗ്ലൂർ ഡേയ്സ്. എന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, അടിപൊളി. എനിക്ക് തോന്നുന്നു അപ്പൊ ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാ അവിടെ അടുത്തത്. എന്തായാലും നമ്മുടെ ടെസ ചേച്ചിയുടെ. ഓക്കെ, അതിൽ ഏത് പാട്ടാ വേണ്ടേ? ഏത് കരി രാവിലും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏത് പാട്ടായിരിക്കും ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത്? ആക്ച്വലി എനിക്ക് വലിയ സാഡ് സോങ്സ് ഒന്നും എനിക്ക് പൊതുവേ ഇൻ ജനറൽ ആ ഒരു ജോണർ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഡ് ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ സാഡ് സോങ് വേണ്ട, നമുക്കൊരു ഹാപ്പി സോങ് തന്നെ സോങ് ആയിക്കോട്ടെ. അപ്പം തുടക്കം മാംഗല്യം തന്തുനാനേന അല്ലേ? ഹാപ്പി ആവട്ടെ. അതെ. ഓക്കെ, അപ്പൊ എന്നാലും നേരെ ആ പാട്ടിലേക്ക് പോവാം. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട് 89.6 FM സർഗക്ഷേത്ര. SK Hotspot. ഓണസദ്യ വിത്ത് ടെസ, അതാണ് നമ്മുടെ SK ഹോട്ട്സ്പോട്ടിലെ ഇതേ സെഗ്മെന്റ്. അതിങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത ചോദ്യവുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഉത്തരം പറയാനായിട്ട് ചേച്ചി സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തത് ഓണസദ്യയുമായിട്ടുള്ള ചോദ്യം ചോദിക്കുവാണെങ്കിൽ കഴിച്ചതിൽ ഏറ്റവും രുചികരമായി തോന്നിയിട്ടുള്ള ഒരു ഓണസദ്യ എവിടെ നിന്നായിരിക്കും? എവിടെ ചെന്നപ്പോഴായിരിക്കും? ഓണസദ്യ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഏകദേശം ഒരുപോലെയാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച്, കാരണം ഈ കറികളെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ അതിന് വേറൊരു രുചി വരും. അല്ലാതെ എനിക്ക് ഓണസദ്യയുടെ ആ ഒരു ബ്യൂട്ടി അതാന്ന് തോന്നുന്നു. എല്ലാ കറികളും കൂടെ മിക്സ് ചെയ്യുമ്പോൾ വരുന്ന ആ രുചിയാണ് അതിന്റെ രുചി. ഓണസദ്യ എവിടെ അതെ അത് എവിടെ, അതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിലും അത് പുറത്തു പോയി കഴിക്കുന്നതാണെങ്കിലും എനിക്കിഷ്ടം. പക്ഷെ നമ്മള് എനിക്കറിയില്ല, ചില സദ്യക്കൊക്കെ നമ്മളെ വിളിക്കുമ്പോ ഈ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ ഹിന്ദു വെഡിങ്സിനൊക്കെ പോകുമ്പം ഒരു അങ്ങനത്തെ ഒരു ഓണത്തിന്റെ ആയിട്ടുള്ള സദ്യയല്ല, ഈ വെഡിങ്സിനൊക്കെ പോകുമ്പോഴുള്ള സദ്യ ഉണ്ടല്ലോ, ഹിന്ദു വെഡിങ്ങിനും, അതൊക്കെ ഞാൻ പല സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻ ജനറൽ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ കഴിച്ചാലും എനിക്ക് ഇഷ്ടമാണ്. സദ്യ പൊതുവെ ഇഷ്ടപ്പെടുന്ന ആളാണോ? അതെ അതെ, എനിക്ക് ഇഷ്ടമാണ്. നാടൻ ചോറ് കറികളൊക്കെ ഞാൻ വളരെ കുറവ് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സദ്യകളൊക്കെ വരുമ്പോ, പല കറികളൊക്കെ വെച്ച് വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സാക്കാറില്ല. ഇല്ല, മിസ്സാക്കാറില്ല. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്? പോയതിൽ വെച്ച്
ഞങ്ങള് കെനിയ പോയിരുന്നു. കെനിയ പോയപ്പോ കെനിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കശ്മീർ ഇഷ്ടപ്പെട്ടു. Okay. പോയ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും ഫ്രണ്ട്സും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ കൂടുതൽ പോകുന്ന സ്ഥലത്തെക്കാളിലും കൂടെ വരുന്ന ആളുകളാണെന്ന് തോന്നുന്നു ആ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ ഭംഗിയാക്കുന്നത് എന്റെ ലൈഫിൽ. അതുകൊണ്ട് ഏത് സ്ഥലത്ത് ഈവൻ ഒരു ചായക്കടയിൽ ഫ്രണ്ട്സുമായിട്ട് ചായ കുടിക്കാൻ പോയാലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊന്ന് പോയാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു ഗ്രൂപ്പാണല്ലോ നമ്മളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. നമ്മൾ ഭയങ്കര സങ്കടത്തോടെ ഒരു നല്ല സ്വിറ്റ്സർലൻഡിൽ പോയാലും ചിലപ്പോൾ ആ സ്ഥലം നമുക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നൂല. അതുകൊണ്ട് ഞാനിപ്പോ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കശ്മീർ ആണെങ്കിലും കെനിയ എല്ലാം എവിടെയൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നാച്ചുറൽ ബ്യൂട്ടി, നേച്ചർ ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് സ്ഥലങ്ങളാണ്. കെനിയയും കശ്മീറുമാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ സ്ഥലങ്ങൾ. എനിക്കൊന്ന് ചേച്ചി പറഞ്ഞത് വളരെ ഒരു ഭയങ്കര രസമുള്ള ഒരു പോയിന്റ് ആണ്. കൂടെ വരുന്നവർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പോലെ ഇരിക്കും നമ്മുടെ ആ ഒരു ട്രിപ്പിന്റെ മനോഹാരിത അല്ലേ? തീർച്ചയായിട്ടും അടിപൊളി. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട് 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെ ജോ ആണ്. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി, ഇനി അടുത്ത ഓണസദ്യയുടെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ചേച്ചി പറഞ്ഞു ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പല മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആളുകൾക്ക് ഓണസദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങോട്ട് കട്ടയ്ക്ക് പറഞ്ഞു ചേച്ചി വെക്കാനായിട്ട് ഏറ്റവും 3 ഓണസദ്യ വിഭവം വേണം, അങ്ങനെ ഞാൻ ദാ ഇപ്പം സെറ്റാക്കാന്ന് പറഞ്ഞ് കോൺഫിഡൻസോടുകൂടെ വെക്കുന്ന ഒരു 3 ഐറ്റം ഏതായിരിക്കും? എരിശ്ശേരി, കൂട്ടുകറി, സാമ്പാർ. ഒരു പപ്പടവും കൂടെ. പുളിയിഞ്ചി അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഈ 3 അത് വലിയ പുളിയിഞ്ചി വലിയ ഉണ്ടാക്കൽ വലിയ പാടില്ലല്ലോ. ഇതാകുമ്പോ കുറെ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യണം. ഈ ഒരു 3 കറി ഉണ്ടെങ്കിൽ കറി ഉണ്ടെങ്കിൽ പപ്പടവും ഉണ്ടെങ്കിൽ ആക്ച്വലി സദ്യ ഓക്കെ. ബാക്കിയെല്ലാം സൈഡാ. അതെ, തയ്യാർ. എനിക്കൊന്ന് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടവും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. എരിശ്ശേരി ഉണ്ട്, സാമ്പാറുണ്ട്, മൂന്നാമനായിരുന്നു കൂട്ടുകറി. ഓക്കെ, എന്തെങ്കിലും എനിക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. ടെസ ചേച്ചിയുടെ ആ സാമ്പാർ, എരിശ്ശേരി, കൂട്ടുകറി കൂട്ടി ഒരു പിടി. എന്റെ പൊന്നു മോളെ, ഞാൻ നല്ല ഉഗ്രൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരാം. വാ, അടിപൊളി. അബുദാബി വരെ വരണ്ടേന്ന് ഓർക്കുമ്പോഴാണേ ഞാൻ നാട്ടിൽ വരുമ്പോ പറയാം. ജോവാ, ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, എനിക്കൊന്ന് ഷാരനായിട്ട് അങ്ങോട്ട് വരാം അല്ലേ? പിന്നെന്താ, ഷാരൻ കഴിച്ചിട്ടുണ്ട്, എന്റെ കുറെ കഴിച്ചിട്ടുണ്ട്. ഷാരന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഷാരൻ എനിക്കൊന്ന് കൂടുതലും നോർത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം, നാടനെക്കാട്ടിലും. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ സമയത്ത് നമ്മൾ ഷാരനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഷാരൻ എന്നുള്ളൊരു കാര്യം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. സോ ചേച്ചി തന്നെ പറഞ്ഞാട്ടെ, ആരാണ് ഷാരൻ? നമ്മുടെ സ്വന്തം RJ ഷാരനുമായിട്ട് ഉള്ള ടെസ ചേച്ചിയുടെ ആ ഒരു ബന്ധം. അതെ, നിങ്ങൾക്ക് RJ ഷാരൻ, എനിക്ക് എന്റെ ബ്രദറിന്റെ വൈഫാണ് ഷാരൻ. എന്റെ സ്വന്തം എന്റെ സിസ്റ്റർ, എന്റെ കുട്ടി സിസ്റ്റർ ആണ് അവള്. എന്റെ ഇളയ ബ്രദറിന്റെ വൈഫാണ് ഷാരൻ, എന്റെ നാത്തൂൻ. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഞാനും ഷാരനും ഫാമിലിയും കൂടെ ചെന്ന് ഒരു ദിവസം ടെസ ചേച്ചിയുടെ ചിക്കൻ കറി ഒക്കെ ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ എന്തായാലും ഫുഡ് നമ്മൾ എങ്ങനെയൊക്കെ വന്നാലും ഫുഡിനെ കുറിച്ച് പറഞ്ഞു പോയാലേ വാതോരാതെ സംസാരിച്ചിരിക്കും. അപ്പൊ ഞാൻ എന്നെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നേരെ ഇനി പാട്ടിലേക്ക് പോവാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് ടെസ ജോസഫ്. എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ TV ഷോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖം. പട്ടാളം എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച് പിന്നീട് സിനിമകളൊക്കെ ചെയ്ത് ദ ലേറ്റസ്റ്റ് സാഹസ മൂവിയിലും അഭിനയിച്ച് തകർത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ടെസ ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, ഇനി ഞാൻ ടെസ ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ കാര്യമായിട്ട് സാരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്. അതൊരു പ്രമുഖ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ആയിരുന്നു. അതായത് ടെസ ചേച്ചി ഇങ്ങനെ ബോഡി ഷെയ്മിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ടെസ ജോസഫ് പോസ്റ്റഡ് ഓൺ ഹെർ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതിനകത്ത് ചേച്ചി വന്നിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, ആസ് ലോങ് ആസ് യു ആർ ഹാപ്പി വിത്ത് യുവർ ബോഡി നോബഡി ഹാസ് ദ റൈറ്റ് ടു കമന്റ് ഓൺ ഇറ്റ് എന്നുള്ളത് ചേച്ചി അന്ത കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഒരു 2021 ആ സമയത്താണ് ഇത് വരുന്നത്. അപ്പം ഇന്ന് ചേച്ചിക്കുള്ള അതിന്റെ ഒരു നിലപാട് എന്താണ്? 2025 ഈ ഒരു നിലപാടിന് അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ സമൂഹത്തിൽ? എന്താണ് ചേച്ചിക്ക് പറയാനായിട്ടുള്ളത്?
ആക്ച്വലി ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റമില്ല, സെയിം തിങ് തന്നെ. കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർ, ഞാൻ പ്രത്യേകിച്ച് നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ കണ്ടിരിക്കുന്നത്, കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മള് വണ്ണം വെച്ചല്ലോ, മെലിഞ്ഞല്ലോ, കറുത്തല്ലോ, മുഖത്ത് കുരുവാണല്ലോ, ഇങ്ങനെ പല പല കാര്യങ്ങളും. പിന്നെ എനിക്കൊന്ന് കൊച്ചു വർത്താനം പറയുന്നത് ചിലപ്പോൾ അതായിരിക്കും. നമ്മൾ കുറെ നാളുകളിൽ കഴിഞ്ഞൊരു ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളോട് ഇങ്ങനെ നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് അച്ചോ, നമുക്ക് ഒരു കോൺഫിഡൻസോടുകൂടി ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ ചെല്ലുന്നത്. ആ ഒരു കോൺഫിഡൻസ് പോകാൻ ഈ ഒരു സംഗതി മാത്രം മതി. അപ്പം നമ്മളുടെ ബോഡി ഈസ് യുവർ കോൺഫിഡൻസ്, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പൊ അത് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന കോൺഫിഡൻസ് കളയാനായിട്ട് വേറെ ആർക്കും ഒരു റൈറ്റും ഇല്ല. നമുക്കിപ്പോ ഒരു 3-4 സെക്കൻഡിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരു ഷർട്ടിന്റെ കോളർ പൊങ്ങിയിരിക്കുക, അല്ലെ മുടി പറന്നിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരാളോട് പെട്ടെന്ന് കാണുമ്പോൾ പറയാവുള്ളൂ എന്നാണ് എനിക്കൊരു തോന്നല്. അതായത് നമ്മുടെ ബോഡി എങ്ങനെയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വണ്ണം വെക്കുന്നത് നമ്മളായിരിക്കും ആദ്യം അറിയുന്നത്. കാരണം വേഷങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മളാണ് ആദ്യമേ അറിയുന്നത്, അല്ലെ? നമ്മുടെ മുഖത്ത് കുരുക്കൾ വരാൻ തുടങ്ങുമ്പോൾ ആദ്യം അറിയുന്നത് നമ്മളാണ്. അത് ബാക്കിയുള്ളവർ പറയേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മള് എന്താണെന്നുള്ള നമ്മുടെ ഇന്നർ ബ്യൂട്ടി ഇല്ലേ, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആളുകൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ലോകം ഒത്തിരി സുന്ദരമാവും. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആകും, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതൊരിക്കലും വേറൊരാളുടെ കോൺഫിഡൻസ് അത് കാരണം കളയരുത്. ചിലപ്പോ ഈ മുഖത്ത് ഒരുപാട് ആക്നെയും അല്ലെങ്കിൽ ചില ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വണ്ണമൊക്കെ വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ അവരുടെ പുറകിൽ കുറെ സ്ട്രഗിൾസ് കാണും. ആ സ്ട്രഗിൾ ഒന്നും കാണാതെയാണ് ബാക്കിയുള്ള ഒരാള് ചിലപ്പോ ഇങ്ങനൊരു കമന്റ് പറയുന്നത്. അത് പറയുമ്പോൾ അവർക്ക് ഒന്നും കൂടെ വിഷമല്ലേ വരുന്നേ. നമ്മൾ എന്തിനാ വേറൊരാൾ അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? ദേ ആർ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാരും നല്ല ആൾക്കാരല്ലേ. അവർക്ക് കുറച്ചൊരു പോസിറ്റിവിറ്റി കൊടുത്തു നോക്കൂ, എന്ത് രസമായിരിക്കും അവര് തമ്മിലുള്ള, പിന്നെ നമ്മളുമായിട്ടുള്ള കോൺവെർസേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതെ, സത്യം. യെസ്. എനിക്കൊന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു ഇൻസൈറ്റ് ആയി മാറട്ടെ ഇത്, അല്ലെ? പലർക്കും ഇപ്പോഴും ഇവൻ 2025 ഒരുപാട് മാറ്റങ്ങൾ വന്നു. AI-യുടെ പല തകൃതികളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ നമ്മളെയൊക്കെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കണ ചില ഐറ്റംസ് ആണ് ഈ ഒരു ബോഡി ഷെയ്മിങ്. തമാശ രൂപേണയൊക്കെ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് ചില സമയങ്ങളിൽ ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ എന്നാലും ഇതൊക്കെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഡു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, അവരെ കൂടെ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോക്കിംഗ്ലി നമ്മളിപ്പോ ഒരാളോട് എന്തെങ്കിലും പറയും, നമ്മുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു വൈബ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്, നമുക്ക് അത് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. അവരുടെ അടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം വെച്ചാൽ നമുക്ക് അവരുടെ വൈബ് അറിയാം, നമുക്ക് അവരെങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് അറിയാം. അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് കേട്ടു മറന്നു, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് പരിചയമില്ലാത്ത, നമ്മളുമായിട്ട് ഒരു ഇതുമില്ല അങ്ങനെയുള്ള ഒരാൾ പോയി ഇങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നു പറയരുതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വൈബ് പോലെ ഇരിക്കും പക്ഷെ എങ്കിലും ആരൊക്കെയാണല്ലോ, എത്ര ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരാളെ ഇങ്ങനെ ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അത് ഇപ്പൊ ഈ ഓൺലൈൻ ഇപ്പം കുറെ ഇങ്ങനത്തെ ഞാൻ കാണുന്നുണ്ട്, അങ്ങനെ പോയി പറയാതിരിക്കുക. വേറെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, അത് പറ. അതെ, എത്രയോ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സംസാരിക്കാനുണ്ട്, അത് പറയൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം മറ്റു വിശേഷങ്ങൾ കേൾക്കാം. ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട് വിത്ത് മീ RJ ജോ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് ഓണം സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഇന്നുള്ളത് ദ ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി, SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ ചേച്ചിയുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ചേച്ചിയുടെ ആ ഒരു പാചകത്തിലേക്കുള്ള ഒരു കൈപുണ്യമൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഞാനിങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കണമെന്ന് അപ്പം പ്ലാൻ ചെയ്ത് പിന്നെ ഓർത്തു ഓക്കെ വേണ്ട, ചോദിക്കേണ്ട, വിട്ടേക്കാതെ. പക്ഷെ എനിക്ക് ഇപ്പം എന്തോ അത് ചോദിക്കണമെന്ന് തോന്നി. ഒരുപാട് കുക്കിംഗ് ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ചേച്ചി ഒരു ഫുഡി ആണോ എന്നുള്ളൊരു ചോദ്യം. ആക്ച്വലി ഞാനൊരു ഫുഡി അല്ല. എന്നുവെച്ചാൽ ഫുഡി എന്ന് പറഞ്ഞാൽ പല ടൈപ്പുള്ള സാധനങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് അങ്ങനെയൊന്നും ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ എനിക്ക് ഫുഡിയുടെ ഡെഫിനിഷൻ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് തന്നെ കൺഫ്യൂഷൻ, വാട്ട് ഇസ് എ ഫുഡി. അതായത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളല്ല, പല ടൈപ്പിലുള്ള ക്യുസീനൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യുസീൻസ് ട്രൈ ചെയ്യുന്ന ഒരാളും അല്ല. ഏതാണ് ഞാൻ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എനിക്ക് ഇച്ചിരി പാടാണ് പുതിയൊരു സാധനം ഒന്ന്. അപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട് ഇത് ട്രൈ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ ട്രൈ ചെയ്യും. ഞാനായിട്ട് പോയിട്ട് ഒന്നും ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ മോൻ ട്രാവൽ ചെയ്തിട്ട് വന്നപ്പോ പറഞ്ഞു അമ്മ ടെറിയാക്കി എനിക്ക് ഉണ്ടാക്കി തരാം, ചിക്കൻ ടെറിയാക്കി ഉണ്ടാക്കി തരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പം എനിക്കും ഇഷ്ടമായി ചിക്കൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ആരെങ്കിലും പറയുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ ട്രൈ ചെയ്യും. അല്ലാതെ ഞാനായിട്ട് പോയി
വേറെ ഒരു cuisine ഒന്നും നമ്മുടെ സാധാരണ നമ്മുടെ ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ അങ്ങനത്തെ ഒക്കെ ഉള്ളതൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ. അതിസാഹസങ്ങളിലേക്ക് പോവാറില്ല അല്ലേ? അധികം സാഹസങ്ങൾ. പക്ഷെ സാഹസം എന്റെ കൂടെ ആരെങ്കിലും ആ സാഹസം ഒന്ന് കാണിക്കൂന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാണിച്ചു തരിക്കും. ഓക്കെ ഓക്കെ, അത് കഴിച്ചിട്ട് അവർക്കൊന്നും പറ്റിയില്ല, അപ്പൊ ഞാനും കഴിക്കാം അല്ലേ? അതെ അതെ. ഓക്കെ, അങ്ങനെ ഒരു അമ്മ ഇപ്പം മകൻ വന്ന് ഒരു ഐറ്റം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ചേച്ചി അത് ട്രൈ ചെയ്യുന്നു. അതൊരു അമ്മ എന്ന നിലയിൽ, ഒരു വൈഫ് എന്ന നിലയിൽ ചെയ്തിട്ടുള്ള സാഹസങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അബുദാബി വിട്ട് നാട്ടിലേക്ക് വരാറുണ്ട്, നാട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ആണല്ലോ നമുക്കിപ്പം. അപ്പം എടുത്തിട്ടുള്ള സാഹസങ്ങളൊക്കെ എന്തായിരിക്കും? ആക്ച്വലി സാഹസം ഞാൻ നാട്ടിലേക്ക് വരുമ്പോ ഇവിടെയാണ് സാഹസം, ഞാനല്ല സാഹസം എടുക്കുന്നത്. ഇവിടുന്ന് ഞാൻ പോകുന്ന എന്റെ പേരൻസിന്റെ അടുത്തോട്ടാണ്. അപ്പൊ എപ്പോഴും അറിയാലോ, നമ്മൾ പേരൻസിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കംഫർട്ട് സോണിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ്. അപ്പോ നാട്ടിലേക്ക് വന്ന ഒരു പ്രാവശ്യം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, ഞാൻ ചക്കപ്പഴം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചക്കപ്പഴത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സിറ്റ്കോം ആണ്. ഭയങ്കര ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സൈലൻസ് ആവശ്യമുള്ള ടൈമാണ്. ആ സമയത്ത് എന്റെ ഭർത്താവ് എന്നെ വിളിക്കുന്നു, എസാ ഇവിടെ മെയ്ഡില്ല, നീ എന്നെ ഒന്ന് തോരൻ ഉണ്ടാക്കുക, കാരണം എന്റെ ഇളയാള് വെജിറ്റേറിയനാ, നീ എന്നെ തോരൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം, ഞാന് ബോട്ടിമില് വിളിക്കാം, വെജിറ്റബിൾ ഒക്കെ അരിഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹസ്ബൻഡും മൂത്ത മോനും നിന്ന് അതെന്ത് തോരനും, ക്യാബേജ് തോരൻ. ഈ വീട്ടില് ഇളയ മോന് മാത്രമേ ക്യാബേജ് ഇഷ്ടമുള്ളൂ, ഹസ്ബൻഡും മൂത്ത ആൾക്കും ക്യാബേജ് ഇഷ്ടമില്ല. പക്ഷെ ഇളയാൾക്ക് വേണ്ടി അവർ ക്യാബേജ് തോരൻ ഉണ്ടാക്കുക. അപ്പൊ ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ മാറി നിന്ന് കാണുകയാണ്. ബോട്ടിമിൽ ഞാൻ പറയാണ്, അരിയോ തേങ്ങ ഇട്, മഞ്ഞളിട്, മുളകിട്. നമ്മുടെ ഉർവശി ചേച്ചി പറയുന്നു അല്ലേ, പുട്ട ചീനിച്ചട്ടി പുട്സം കടുക് കടുക്. എന്നിട്ട് കടുകൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും മാറി അങ്ങ് പോവാ. ഞാൻ പറഞ്ഞു അടുത്ത് നിന്നോ, ബോംബൊന്നും അല്ലല്ലോ പാത്രത്തിലോട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് ഇത്ര തോരൻ ഉണ്ടാക്കാൻ ഇത്രയും പാടാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഭക്ഷണം വിചാരിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ക്യാബേജ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അത് വെന്തോന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ വെന്തോന്ന് എങ്ങനെയാ നോക്കുന്നത്? ഞാൻ പറഞ്ഞു വായിൽ വെച്ചൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പൊ രണ്ടുപേർക്കും വായിൽ വെക്കണ്ട, കാരണം അത് ക്യാബേജ് ആണ്, അവർക്ക് ഇഷ്ടമല്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വെർച്വലി അത് വായി വെച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇളയാളെ തന്നെ വിളിച്ചു, നീ തന്നെ കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതെ. പിന്നെ നമ്മളല്ലാതെ വേറെ ആരെന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ചിലപ്പോ അത് ക്യാബേജ് വെന്തിട്ടുണ്ടാവില്ല അതിന്. എന്നാലും അതാണ് ഇപ്പോഴും പറയുന്നത്, ഞാൻ അന്ന് ക്യാബേജ് ഉണ്ടാക്കിയപ്പോ അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ചെറിയ ആമ്പിള്ളാരും മണിയടിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും ചിലപ്പോ ഒരു പക്ഷെ എങ്കിലും പുള്ളി അത് ഉണ്ടാക്കി കൊടുത്തു. അത് ഒരു വലിയ സാഹസമായിട്ട് തന്നെ എനിക്ക് തോന്നി. കാര്യം ക്യാബേജ് തോരനായിരുന്നേലും ഒരു ഒന്നൊന്നര സാഹസമായിരുന്നു. അതിസാഹസമായിരുന്നു അല്ലേ? എനിക്കൊന്ന് ചേച്ചിനേക്കാളും കൂടുതൽ സാഹസം അവിടെ അഭിനയിച്ചെങ്കിൽ സാഹസം അവിടെ ചെയ്യുന്നത് ചേട്ടനും പിള്ളേരും ആയിരിക്കും. അതെ അതെ, അടിപൊളി അടിപൊളി. എന്തായാലും നമ്മൾ ഇനിയിപ്പം വീട്ടിലേക്ക് നമുക്കൊന്ന് പോവേണ്ടിയിരിക്കുന്നു. അമ്മയുടെ അടുക്ക് പോകണം, അച്ഛൻ്റെ അടുക്ക് പോകണം, അവരുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. ആൻഡ് നമ്മുടെ ക്യാബേജ് ടീംസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ടുകൾ നമുക്ക് വെച്ചു കൊടുക്കാം. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK ഹോട്ട്സ്പോട്ടിൽ കൂടെ ജോ ഉണ്ട്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി സീരിയൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സിനിമ ആയിക്കോട്ടെ, സ്റ്റേജ് ഷോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിറ്റ്കോം ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നിങ്ങനെ അറിയിച്ച് ചേച്ചി പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ചേച്ചിയുടെ കഥകളൊക്കെ ഞാനിങ്ങനെ ഓക്കെ ഇതാണല്ലേ ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഇന്റർവ്യൂസിലും ചേച്ചി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നു പോകുന്ന പേരാണ് നമ്മുടെ പോരാളിയുടെ പേര് അല്ലേ? അമ്മ എന്റെ ദൈവമേ, അമ്മ എന്ന കഥാപാത്രം. അമ്മയുടെ പേര് പറഞ്ഞാട്ടെ. അപ്പോ എന്തുണ്ട്, അമ്മ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? അച്ഛൻ എങ്ങനെ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്ന. അവരിപ്പം കൊച്ചിയിലാണ് അച്ഛനും അമ്മയും. ഇപ്പം അവര് സുഖമായിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ എന്റെ ബേസ് എപ്പോഴും കൊച്ചി ആയിരിക്കും. അപ്പൊ അവരുടെ കൂടെ ആയിരിക്കും ഞാൻ. അപ്പൊ ഒരു അൺപെയ്ഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എനിക്കത്. അവിടെ ചെല്ലുമ്പോഴേ അമ്മയുടെ തലേദിവസം പറയും, അമ്മ ചോദിക്കും എന്ത് വേണം? ഞാൻ പറയും മീൻ വറുത്ത് വെച്ചോട്ടെ അമ്മ, അത് വറുത്ത് വെച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ്. നമ്മളിപ്പോഴും ഇത്രയും ഇതായാലും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ അമ്മയ്ക്ക് എപ്പോഴും നമ്മള് ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെയാണല്ലോ. അപ്പം ഞാനതങ്ങ് മാക്സിമം മുതലെടുക്കുകയും ചെയ്യും കേട്ടോ.
അടിപൊളി അടിപൊളി. ഇനിയിപ്പം ഫാമിലിയുടെ സപ്പോർട്ട് പറയുവാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും ഇപ്പം ചേച്ചി സിനിമ കല്യാണം കഴിച്ചതിന് ശേഷം സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, വീണ്ടും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഒരു സപ്പോർട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത് കട്ട സപ്പോർട്ടാണ്. സോ ചേച്ചിയുടെ ആ മനസ്സിലുള്ള ആ വാക്കുകൾ അതൊരു പളുങ്കിലേക്ക് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും എഴുതുന്നത്? ആക്ച്വലി ഇവരുടെ ഈ മൂന്ന് ചെക്കന്മാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഹസ്ബൻഡ് എന്റെ 2 പിള്ളേരും കേട്ടോ. ഇത് അതെ, അതും എന്റെ ഒരു മൂത്ത മോൻ തന്നെ ഞാൻ പറയുന്നത്. അപ്പൊ ഇവര് 3 പേരും ഏതെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇളയ ആൾക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 2.5 വയസ്സുള്ള ഒരു കൊച്ചിനെ ഹസ്ബൻഡ് ഫുൾ ടൈം നോക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നമുക്ക് അമ്മമാർക്ക് എളുപ്പമായിരിക്കാം. പക്ഷെ അപ്പന്മാർക്ക് എത്ര പേർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1.5 മാസമൊക്കെ നോക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അവർക്ക് പനി വരും. നോക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കറക്റ്റ് സമയത്ത് മെയ്ഡ് ഉണ്ട് എന്നെങ്കിൽ പോലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനും സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കാനും, പിന്നെ ഇവർക്ക് വല്ല അസുഖങ്ങളും വരുമ്പോഴാണ് പ്രശ്നം, പനിയോ അങ്ങനെയൊക്കെ വരുമ്പോ ഈ രാത്രിയില് എഴുന്നേറ്റ് മരുന്ന് കൊടുക്കുക. പിന്നെ പിറ്റേ ദിവസം പുള്ളിക്കും ഓഫീസിൽ പോണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ചിലർക്ക് കുറച്ചുനാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറ്റത്തില്ല, നീ തിരിച്ചിങ്ങി പോയി ഇതിന് അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ. പക്ഷെ പുള്ളി പറഞ്ഞു സാരമില്ല, ഞാനതൊക്കെ മാനേജ് ചെയ്തോളൂ, പനിയൊക്കെ അല്ലേ പൊക്കോളൂ, അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞ് ആ സപ്പോർട്ട് തരുമ്പോ, കാരണം പിള്ളേർക്കൊക്കെ സുഖമില്ല അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ എന്തെങ്കിലും പേരന്റ്സ് ടീച്ചേഴ്സ് മീറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ അതൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ എന്തോരം സാധാരണ എല്ലാ പിള്ളേരുടെ അപ്പന്മാരാണ് PTA മീറ്റിംഗ് ഒക്കെ മിസ് ചെയ്യുന്നത്. ഞാൻ എന്തോരം എന്നറിയോ, എനിക്ക് ചില സമയത്തൊന്നും ചില പിള്ളേരുടെ ടീച്ചേഴ്സിനെ പോലും ചിലപ്പോൾ അറിയില്ല ഇതാണോ ഈ ടീച്ചറിന്റെ പേര്. കാരണം എന്റെ അവസ്ഥ അതാ, കാരണം ഞാൻ മിക്കവാറും നാട്ടിലായിരിക്കും ഈ പേരന്റ്സ് ടീച്ചേഴ്സ് മീറ്റ്. അപ്പൊ പക്ഷേ ഹസ്ബൻഡ് ഇതുവരെയും ഇത്രയും നാളായിട്ട് ഒരു പേരന്റ്സ് ടീച്ചേഴ്സ് മീറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല. അങ്ങനെ സോ പുള്ളി തിരക്ക് പിടിച്ചാണ്, എന്നാ പോലും ആ തിരക്കിനകത്തൊക്കെ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യിക്കാനായിട്ട് നോക്കും. അപ്പൊ എല്ലാം പിള്ളേരുടെ പഠിത്ത കാര്യങ്ങളും അതാണല്ലോ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്. നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളോട് പൊയ്ക്കോ എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ പോകുമ്പോ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അതും കൂടെ നോക്കുക എന്നോട് പറയുന്നതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. യെസ്, ഓക്കെ, അടിപൊളി. അങ്ങനെ നമ്മുടെ സപ്പോർട്ടായിട്ട് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ടീമിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാം എന്ന് നമ്മൾ ഓഫർ തരണം. അപ്പൊ ഏത് പാട്ടായിരിക്കും ചേച്ചി പറയുന്നേ? ഏത് പാട്ട് വേണമെങ്കിലും വെച്ചോ. എനിക്ക് ആക്ച്വലി മെലഡിയോടാണ് എനിക്ക് താല്പര്യം. അപ്പം ഈ സാഹസത്തിൽ തന്നെ ഞാൻ അഭിനയിച്ച ഒരു പാട്ടുണ്ട്, അത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഒരു റൊമാൻറ്റിക് സോങ് അല്ലേ? ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ബിബിൻ അശോകിന്റെ ഒട്ടുമിക്ക റൊമാൻറ്റിക് സോങ്സും എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഈ സാഹസത്തിലെ റൊമാൻറ്റിക് സോങ് ഭയങ്കര. ഞാൻ ലൈവിൽ അത് പ്ലേ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പൂവിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ, യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ ടീംസിന് വേണ്ടി നറുതിങ്കൾ പൂവേ ഫ്രം ദ മൂവി സാഹസം നമ്മളിത് അവിടെ കേട്ട് എൻജോയ് ചെയ്യാനായിട്ട് പോവാണ്. കൂടെ ഉള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK ഹോട്ട്സ്പോട്ടിൽ കൂടെ ജോ ഉണ്ട്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് ടെസ ജോസഫ്. ടെസ ചേച്ചി, നമ്മള് സിനിമാ വിശേഷങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? ചേച്ചി ഭയങ്കര കൂളാണ്, ലൈക്ക് ഭയങ്കര ഫ്രീക്കി അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ചേച്ചിയോട് സംസാരിക്കുമ്പോൾ. സോ എങ്ങനെയാണ് ചേച്ചീനെ ഇങ്ങനെ ഇത്ര പ്ലസന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? സോ അതൊന്നും പറഞ്ഞാട്ടെ. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ അങ്ങ് ട്രൈ ചെയ്താൽ മതി. എന്നാന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അൺഹാപ്പി മൊമെന്റ് ഒക്കെ വരുമ്പോൾ ഉടനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പോയി കുറെ പാട്ടുകൾ ഇങ്ങനെ നല്ല ഹാപ്പി മൂഡിലുള്ള പാട്ടുകൾ ഇടും. എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പാട്ടുകൾ എപ്പോഴും ഓണായിരുന്നു. അപ്പൊ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകാരോട് നല്ല അസൂയാണ്, കാരണം എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കൂടുതൽ ടെൻഷൻ ജനറലി എടുക്കുന്ന ഒരു പ്രകൃതം അല്ല എന്റേത്. പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ജോ. അത് ദൈവത്തിന് നന്ദി. ഫാമിലി ആണെങ്കിലും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. ചിലപ്പോ അതിന്റെയൊക്കെ ആയിരിക്കും. അതെ, ആ ഒരു ഹാപ്പിനെസ് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പം അബുദാബി ടു കൊച്ചി, അപ്പൊ അങ്ങനെ ഷൂട്ടിൽ നിന്ന് മറ്റൊരു ഷൂട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേന്ന് പോകുന്നു, അങ്ങനെ നമ്മുടെ ഇപ്പം ലൈഫ് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലല്ലോ. ചിലപ്പം ഷൂട്ട് പെട്ടെന്ന് വരുന്നു, അങ്ങനെയൊക്കെ പോകുമ്പോൾ ചേച്ചി എവിടെ ചെന്നാലും ഞാൻ ഈ കാര്യം മിസ്സാക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും?
ചിലപ്പോ റീഡിംഗ് ആയിരിക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം എന്റെ പിള്ളേരെയും ഹസ്ബൻഡിനെയും വിളിക്കുന്നത്. അത് ഒരിക്കലും അത് എത്ര ലേറ്റ് ആണെങ്കിലും ഞാൻ മിസ്സാക്കുകയേ ഇല്ല. എവിടെ പോയാലും രാവിലെ ചിലപ്പം സമയം ഉണ്ടെങ്കിൽ രാവിലെ ഹസ്ബൻഡ് ഒന്ന് വിളിക്കും. പിന്നെ പിള്ളേരുടെ കൂടെ പിള്ളേരും ഹസ്ബൻഡും കൂടെ വൈകുന്നേരം വന്നിട്ട് ഒരു മൂന്നും കൂടെ ഒരു ബെഡിൽ കിടന്നിട്ട് എന്നെ വിളിക്കും. അപ്പൊ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. സോ ഈ ഒരു കോള് ഞങ്ങൾ ഒരിക്കലും ഞാൻ എത്ര ദിവസത്തേക്ക് പോയാലും ഞാൻ മിസ് ചെയ്യില്ല. അടിപൊളി. നമ്മൾ ഇത്ര നേരം അവരുടെ പേര് ഇതുവരെ കേട്ടേയില്ല. സോ ഹസ്ബൻഡിന്റെ പേര്, നമ്മളെ 2 കുട്ടീസിന്റെ പേര്? അനിൽ ജോസഫ് ആണ് ഹസ്ബൻഡ്. പിന്നെ പിള്ളേര്, മൂത്തയാള് റോഷൻ, രണ്ടാമത്തെ ആള് രാഹുൽ. ഓക്കെ, രണ്ടുപേരോട് അന്വേഷണം പറയണം കേട്ടോ. ഹസ്ബൻഡിനോട് അന്വേഷണം പറയാം. മൂത്ത കുട്ടിയോടും പറയണേ. അനിലിനോട് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി, ഇതേ നമ്മൾ ഓണ വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കേട്ടു. ആൻഡ് ഇനിയിപ്പം എന്നോട് ഇപ്പോൾ ഒരാൾ ഓക്കെ ഇന്നൊരു കാര്യം ടെസ്സയോട് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കണം ജോ എന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ടെസ്സ ചേച്ചി ഇപ്പം ആങ്കറായി, ആക്ട്രസ് ആയി, ഇതല്ലാതെങ്കിൽ ടെസ്സ ചേച്ചി ഏതൊരു ഫീൽഡിലേക്കായിരിക്കും ടെസ്സ ജോസഫ് എന്ന ഒരു വ്യക്തി മാറിയിരിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു പാരലൽ വേൾഡിൽ ആരായിരുന്നേനെ? ഞാൻ ചിലപ്പോ ഒരുപക്ഷെ പഠിപ്പിക്കാൻ കയറുമായിരുന്നു. എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എനിക്ക് പിന്നെ ഞാൻ ആം എ പീപ്പിൾസ് പേഴ്സൺ. ആൾക്കാരെ ഇഷ്ടമാണ് എനിക്ക്, ആൾക്കാരുമായിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു PR എന്തെങ്കിലും പബ്ലിക് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു കൂടുതലും. എനിക്കൊന്നും ടീച്ചിങ് പ്രൊഫഷൻ തന്നെ ആയിരിക്കും. ഞാൻ ആക്ച്വലി എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് BEd അഡ്മിഷൻ ഒക്കെ കിട്ടിയതാണ്. എനിക്കും എന്റെ 2 ഫ്രണ്ട്സിനും കൂടെ കിട്ടിയതാണ്. പക്ഷെ അത് കല്യാണമൊക്കെ വന്ന കാരണം BEd ചെയ്തില്ല. പക്ഷെ എങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഫഷനിലായിരിക്കും. എന്താണെങ്കിലും ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അടിപൊളി അടിപൊളി. അങ്ങനെ ആയിക്കാണല്ലോ ഒരു മിസ് ടെസ്സയുടെ അടുക്ക് നമ്മൾ പോയി എന്താ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നേനെ. എന്തായാലും ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കാണ്ട് പോയി ആ കുട്ടികൾക്ക്. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ഇനി കാത്തിരിക്കേണ്ട ആ ഭാഗ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ സിനിമയാണ് ഇനി വരാനായിട്ടുള്ളത്? ഇത് ഒന്നും ഞാൻ ഇപ്പൊ ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ടോക്സ് നടക്കുന്നതേ ഉള്ളൂ. അപ്പം അതെല്ലാം വന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും വീണ്ടും ജോയോ വിളിച്ച് ഞാൻ വിവരങ്ങളൊക്കെ പറയാം എന്തൊക്കെയാണെന്ന്. ഉടനെ ഇപ്പം സാഹസം ഇപ്പൊ ഉടനെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അടുത്തതിന്റെ ഡിസ്കഷനായിട്ട് എനിക്ക് ഇനി നാട്ടിലേക്ക് പോകണം. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കൺഫേം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ചൂടോടുകൂടെ തന്നെ അപ്ഡേറ്റ് അറിയിക്കുമെന്ന് പറഞ്ഞതിൽ ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും ഇനി വരുന്ന സിനിമകളൊക്കെ അടിപൊളിയായി മാറട്ടെ, കെങ്കേമമായി മാറട്ടെ. ഓക്കെ, താങ്ക് യു ജോ, താങ്ക് യു സോ മച്ച്. ആൻഡ് സർഗക്ഷേത്രയുടെ ആക്ച്വലി നിങ്ങളുടെ രാത്രി മഴയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. കാരണം അത് എന്റെ സിസ്റ്റർ ഷാരൻ ആയതുകൊണ്ടും കൂടെ ആയിട്ടോ. ഇനിയിപ്പോ ജോയുടെ പ്രോഗ്രാം ഞാൻ കേട്ടോളാം. എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാനത് ആക്ച്വലി ഡൗൺലോഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എനിക്ക് ഇഷ്ടമാണ്. ചോയ്സ് ഓഫ് സോങ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ RJസിനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയണം. തീർച്ചയായിട്ടും നിങ്ങളുടെ റേഡിയോ, നിങ്ങളുടെ ചാനലിനും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആശംസകൾ. ഓണം വിഷസ് എല്ലാവർക്കും. യെസ്, ആൻഡ് ചേച്ചിക്കും ഫാമിലിക്കും നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഫാമിലിയുടെ വക ഒരു ഹാപ്പി ഓണം ആശംസകൾ നേരുകയാണ്. Thank you so much, Joe. Thank you so much. Thank you. 89.6 FM Sargakshetra.